ഓണമൊക്കെയല്ലേ, എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവരുടെ വീട്ടിലും സദ്യ ഉണ്ടാവൂല്ലേ? നമുക്കൊന്നൊരു പുളിയിഞ്ചിക്കറി ഉണ്ടാക്കിയാലോ? അത് തന്നെ 2 കഷ്ണം ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക, ഉള്ളിയും അരിഞ്ഞെടുക്കുക. ഇതിന് ശേഷം ചീൻചട്ടി വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണയും ഉലുവയും കടുകും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും ഉള്ളിയും കൂടെ ഒന്നിട്ട് വരട്ടി എടുക്കാം. ഇതിന് ശേഷം നമ്മൾ പച്ചമുളകും 2 കഷ്ണമൊക്കെ മതി ഇട്ടൊന്ന് ഇളക്കാം. ഇനി പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളക് പൊടിയും ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഇളക്കി എടുക്കാം. ഇനി കുറച്ച് പുളി നമ്മൾ നേരത്തെ വെച്ചതൊന്ന് പിടിഞ്ഞൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കിയെടുക്കുക. ഉപ്പും കുറച്ച് കായം ഇട്ട് കൊടുക്കുക. നമുക്ക് ചൂടാക്കിയ മല്ലിപ്പൊടിയും മേലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇത് ഇളക്കി എടുക്കാം. കുറച്ച് ശർക്കരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണേ. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയുള്ള പരിപാടി നമ്മൾ പുളിയിഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. 1000 കറിക്ക് തുല്യാണ് ഈ പുളിയിഞ്ചിക്കറി.